ഇനി നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജ് കുറുമയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് പ്രഷർ കുക്കറിലേക്ക് നമ്മൾ കോളിഫ്ലവർ, അതുപോലെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, പിന്നെ ബീൻസ്, കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു വിസിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്, മീഡിയം ലോ ഫ്ലെയിമിൽ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഒരു സവാള, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 2 കറിവേപ്പില, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് മൂക്കണ്ട. ഇനി തേങ്ങ ചിരകിയതിലേക്ക് 10 കാഷ്യൂ നട്ട്സും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ്. നമ്മൾ ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതിൻ്റെ റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് വേണമെങ്കിൽ DM ചെയ്താൽ മതി. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ്, ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിക്നെസ് നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ അവസാനം ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.